പത്തരമാറ്റ് സീരിയലിന്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഗേന്ദ്രനാണ് മൂർത്തി ജ്വല്ലറിയുടെ കൂടെ നിന്ന് കളിക്കുന്നതെന്ന് കിരണും കല്യാണി മനസ്സിലാക്കുകയാണ്. അങ്ങനെ കിരണും കല്യാണി തന്ത്രപൂർവ്വം ജ്വല്ലറിയുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ നയനെ ആദർശിന്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഗസ്റ്റ് ഹൗസിലെത്തിയ നയനെ കണ്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, നയനെ, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് അനന്തപുരിയിൽ നിൽക്കുന്നതാണ് നല്ലത്. ആദർശേട്ടന്റെ അവസ്ഥ ആലോചിച്ച് എനിക്കൊരു സമാധാനവുമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് നയന പറയുന്നുണ്ട്. ആ സമയം ആദർശ് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അനന്തപുരിയെ മൂർത്തി ജ്വല്ലറി ഇല്ലാതാക്കാൻ ആരോ കാര്യമായി തന്നെ ശ്രമിക്കുന്നുണ്ട്. ആ വ്യക്തി ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. എനിക്ക് എല്ലാ സഹായത്തിനും നന്ദുവും കിരണും കല്യാണിയും ഉണ്ട്. നീ എന്തായാലും അതൊന്നും ആലോചിച്ച് സങ്കടപ്പെടേണ്ട എന്ന് ആദർശ് പറയുന്നുണ്ട്. ആ സമയം നയന പറയുന്നുണ്ട്, എല്ലാത്തിനും സപ്പോർട്ടായി ഞാനും ഉണ്ടാവും ആദർശേട്ടാ. ഇത്രയും പെട്ടെന്ന് തന്നെ ആ കള്ളന്മാരെ നമുക്ക് പിടിക്കാൻ പറ്റും എന്ന് പറയുകയാണ്. ആ സമയമാണ് കിരണും കല്യാണിയും ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നത്. നയനെ കണ്ടപാടെ തന്നെ കല്യാണി ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അല്ല നയനെ, നീ ഇങ്ങോട്ട് വന്നോ? എന്നിട്ട് ആദർശേട്ട അക്കാര്യം പറഞ്ഞില്ലല്ലോ. അങ്ങനെ ആദർശം ഉണ്ടായ കാര്യങ്ങളെല്ലാം കിരണിനോട് കല്യാണിയോട് പറയുന്നുണ്ട്. ആദർശേട്ടനോട് മുത്തശ്ശന് വലിയ ദേഷ്യമാണ് എന്ന് നയന പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, ആദർശ് വിഷമിക്കേണ്ട, എല്ലാം നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം. ഇതുവരെ മുത്തശ്ശി ആദർശേട്ടനോട് ഇങ്ങനെ പെരുമാറിയിട്ടേയില്ല. മുത്തശ്ശന്റെ പെരുമാറ്റം എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് നയന പറയുമ്പോൾ, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നയനെ, എന്തായാലും ആദർശിന്റെ സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കും. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടിനും ഞാനും കിരണേട്ടനും ഉണ്ട്. ആ സമയം ആദർശ് പറയുന്നുണ്ട്, നീ ഇപ്പോൾ അതിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട നയനെ, നമുക്ക് നമ്മുടെ ലക്ഷ്യമാണ് വലുത്. എന്തായാലും ഉടനെ തന്നെ ഞാൻ എല്ലാം കണ്ടുപിടിക്കും. പിന്നീട് കാണിക്കുന്ന നന്ദുവിനെയാണ്. നന്ദു മുംബൈ പോലീസുമായി വലിയ രീതിയിൽ അന്വേഷണം തന്നെ നടത്തുന്നുണ്ട്. എന്നാൽ മുംബൈ പോലീസ് ഒട്ടും സഹകരിക്കുന്നില്ല. അങ്ങനെ നന്ദു സ്റ്റാൻലി മാർട്ടി കമ്പനിയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ നന്ദു കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. അന്ന് ഡീല് കിട്ടിയത് ജ്വല്ലറിക്കാണ്. എന്നാൽ കിട്ടേണ്ടത് മൂർത്തി ജ്വല്ലറിക്കായിരുന്നു. അവിടെ വലിയൊരു ചതി നടന്നിട്ടുണ്ട്. ഗ്രീന എന്നൊരു പെൺകുട്ടി മൂർത്തി ജ്വല്ലറിയുടെ എംഡിക്ക് ജ്യൂസ് കൊണ്ടുകൊടുത്തു. അതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നീടുണ്ടായ കാര്യങ്ങൾ മൂർത്തി ജ്വല്ലറിയുടെ എംഡിക്ക് ഓർമ്മയില്ല. ജ്വല്ലറിയിലുള്ളവർ ചതിച്ചു എന്നാണ് എന്റെ നിഗമനം. അങ്ങനെ കള്ളത്തരത്തിലാണ് ജ്വല്ലറി ആ ഡീൽ സ്വന്തമാക്കിയത് എന്ന് നന്ദു പറയുന്നുണ്ട്. ആ സമയം അവർ പറയുന്നുണ്ട്, ഇങ്ങനെ കാര്യം നടന്നതിന്റെ ഒരു കംപ്ലൈന്റ് ആദർശ് നൽകിയിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. ഞങ്ങളുടെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ആദർശേട്ടന് ജ്യൂസ് നൽകുകയും അത് കുടിച്ചതിന് ശേഷം ആദർശേട്ടന് ബോധം കെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ആ ഡീല് ജ്വല്ലറിക്ക് കിട്ടുന്നത് എന്ന് പറയുകയാണ് നന്ദു. ആ സമയം സ്റ്റാൻലി മാർട്ടി കമ്പനിയുടെ MD പറയുന്നുണ്ട്, മൂർത്തി ജ്വല്ലറിയുമായി ഡീൽ ഒപ്പിടാനായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ജ്വല്ലറി മുന്നിലെത്തിയത്. എന്നാൽ ജ്വല്ലറിയിലുള്ളവർ ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറയുകയാണ്. ഇനി ചതിയിലൂടെയാണ് ജ്വല്ലറി മുന്നിലെത്തിയതെങ്കിൽ അത് ഞങ്ങൾ റദ്ദ് ചെയ്യും. കാരണം അവർ ഞങ്ങളെ കൂടിയാണ് ചതിച്ചത്. ആ സമയം നന്ദു പറയുന്നുണ്ട്, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. അന്ന് മുംബൈയിൽ വെച്ച് നടന്ന മീറ്റിംഗിന്റെ CCTV ദൃശ്യങ്ങൾ എനിക്ക് കിട്ടണം. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നന്ദു ചോദിക്കുകയാണ്. സ്റ്റാൻലി മാർട്ടി കമ്പനിയുടെ ഭീഷണിക്ക് മുമ്പിൽ CCTV ദൃശ്യങ്ങളെല്ലാം മുംബൈ പോലീസ് നൽകുന്നുണ്ട്. അങ്ങനെ CCTV ദൃശ്യങ്ങൾ നോക്കുന്ന സമയത്ത് കാണുന്നത് ഗ്രീനയെയാണ്. ജ്വല്ലറിയുടെ MD ഡേവിഡിന്റെ കൂടെ വരുന്ന ഗ്രീനയെയാണ് കാണുന്നത്. അങ്ങനെ ഡേവിഡുമായി രഹസ്യമായി സംസാരിക്കുകയും പിന്നീട് ആ പെൺകുട്ടി ഒരു യൂണിഫോം ധരിക്കുകയും ആ ഹോട്ടലിലെ ഒരു സ്റ്റാഫിനെ പോലെ വരുന്നതാണ് കാണുന്നത്. അങ്ങനെ ആ പെൺകുട്ടി ജ്യൂസിൽ വിഷം കലർത്തുകയും പിന്നീട് ആദർശനോട് എന്തോ സംസാരിച്ച് ആ ജ്യൂസ് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഗ്രീന ഡേവിഡുമായി സംസാരിക്കുകയും അതിനുശേഷം ഡേവിഡിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്രീന ഉടനെ തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ സ്റ്റാൻലി മാർട്ടി കമ്പനി നന്ദുവിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, മേഡം പറഞ്ഞത് വളരെ ശരിയാണ്. എല്ലാ സത്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. വലിയൊരു ചതി തന്നെ നടന്നിട്ടുണ്ട്. മേഡം ഈ വീഡിയോ കാണണം. അങ്ങനെ വീഡിയോ നന്ദുവിന്റെ ഫോണിലോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗ്രീന ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫാണെന്ന് നന്ദു മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നന്ദു ഗ്രീനയെ തേടിയുള്ള അന്വേഷണത്തിലാണ്. അങ്ങനെ നന്ദു ഗ്രീനയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. നന്ദു പോകുന്ന സമയത്ത് ഗ്രീന അവിടെ തന്നെ ഉണ്ടായിരുന്നു. നന്ദുവിനെ കണ്ടപ്പോൾ ഗ്രീന പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ നന്ദു ഗ്രീനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ കാണുമ്പോൾ കരയുന്നത്? ആ സമയം ഗ്രീന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മേഡം, എന്റെ ജീവിത സാഹചര്യം വളരെ മോശമാണ്. ഒരുപാട് കടമുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി മേഡം വന്നതല്ലേ, എല്ലാം ഞാൻ അറിഞ്ഞതാണ്. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, ശരിയാണ്, നിന്നെ തെരഞ്ഞു തന്നെയാണ് ഞാൻ വന്നത്.
നിനക്കെതിരെ എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ആ സമയം ഗ്രീന പൊട്ടിക്കരയുന്നുണ്ട്. ഞാൻ ചെയ്തത് വളരെ വലിയ ചതിയാണ്. എനിക്ക് നല്ല കുറ്റബോധമുണ്ട് എന്ന് ഗ്രീന പറയുകയാണ്. ആ സമയം നന്ദു പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഏഞ്ചലർക്കെതിരെ നീ മൊഴി കൊടുക്കുമോ? എന്ത് വേണമെങ്കിലും ചെയ്യാം മേഡം. ഇപ്പോൾ ഏഞ്ചലർക്കാർ എന്നെ ചതിച്ചു, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ഗ്രീന. അതേസമയം കിരണും കല്യാണിയും ഏഞ്ചലർ കയറി പറ്റുന്നുണ്ട്. ഏഞ്ചലർ കയറുന്ന സമയത്ത് കിരൺ ഒരുപാട് സഹായിച്ച ഒരു സ്റ്റാഫിനെ കാണുകയാണ്. ആ സ്റ്റാഫ് ഏഞ്ചലറിൽ വരുന്നതിന് മുമ്പ് കിരണിന്റെ ഓഫീസിലെ സ്റ്റാഫായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്റ്റാഫ് കിരണിനെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഏഞ്ചലറിയെ കുറിച്ച് കിരൺ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ആ സ്റ്റാഫ് പറയുന്നുണ്ട്, ജീവിച്ചു പോകണ്ടേ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ വർക്ക് എനിക്ക് ഒട്ടും താല്പര്യമില്ല. തീരെ ആത്മാർത്ഥത ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണ്. മാത്രമല്ല ഈ ഏഞ്ചലറിയുടെ MD ഉണ്ടല്ലോ ഡേവിഡ്, അയാൾ വളരെ മോശമാണ്. ഈ ഡേവിഡ് അല്ല, ഏഞ്ചലറിയുടെ യഥാർത്ഥ MD നാഗേന്ദ്ര എന്ന് പറയുന്ന ആളാണ്. അനന്തപുരിയിലെ ചെറിയ മകനായ അഭിയുടെ അച്ഛനാണ്. അത് കേട്ടപ്പോൾ കിരൺ ആകെ ഞെട്ടുന്നുണ്ട്. ആ സമയം ആദർശ് പറയുന്നുണ്ട്, അത് ഈ നാഗേന്ദ്ര അപ്പച്ചിയുടെ ഭർത്താവാണ്. മൂർത്തി ജ്വല്ലറിയിൽ അയാൾ കള്ളത്തരം ചെയ്തപ്പോൾ മുത്തശ്ശൻ അയാളെ പുറത്താക്കുകയായിരുന്നു. അങ്ങനെ ആദർശ് കാര്യങ്ങളെല്ലാം മുത്തശ്ശനെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടപാടെ മുത്തശ്ശൻ വേഗം ആദർശിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. മുത്തശ്ശനെ കണ്ട നയനിക്ക് വലിയ സന്തോഷമാവുകയാണ്. അങ്ങനെ മുത്തശ്ശൻ നയനിയോട് പറയുന്നുണ്ട്, ആദർശ് തെറ്റുകാരനല്ല എന്ന് എനിക്കറിയാം. എന്നാൽ യഥാർത്ഥ കുറ്റവാളിയെ അവന് കണ്ടുപിടിക്കാനുള്ള ഒരു വാശി വേണം. അതിനുവേണ്ടിയാണ് ഞാൻ അവനോട് ഇങ്ങനെയെല്ലാം പെരുമാറിയത്. അങ്ങനെ ആദർശം മുത്തശ്ശനും കൂടി ഏഞ്ചലറിയിലേക്ക് പോകുന്നുണ്ട്. ആ സമയം അവിടെ നാഗേന്ദ്രനും ഡേവിഡും അവന്തികയും ഉണ്ട്. അങ്ങനെ മുത്തശ്ശി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ കള്ളത്തരങ്ങളല്ല ഞാൻ കണ്ടെത്തി. നിങ്ങളുടെ കളി ഇതോടുകൂടി നിർത്തണം. നിങ്ങൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ആകെ ദേഷ്യത്തിൽ നിൽക്കുന്ന മുത്തശ്ശനെ കണ്ട് അവന്തികയും ഡേവിഡും നാഗേന്ദ്രനും ആകെ ഞെട്ടി നിൽക്കുകയാണ്. പിന്നാലെ പോലീസ് വേഷത്തിൽ വരുന്ന നന്ദുവിനെയാണ് കാണുന്നത്. അങ്ങനെ നന്ദു അവന്തികയും ഡേവിഡിനെയും അവന്തികയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ആദർശിനെയും കൂട്ടി സന്തോഷത്തോടു കൂടി അനന്തപുരിയിലേക്ക് പോവുകയും ചെയ്യുകയാണ്.